മഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. IMS അമ്മയുടെ സവിധത്തിൽ നിന്നും ഏവർക്കും സ്നേഹവന്ദനങ്ങൾ ആശംസിക്കുന്നു. ദൈവസ്നേഹത്തിൽ ജ്വലിച്ചിരുന്ന ഒരു ആശ്രമം. എന്നെന്നും ആ ആശ്രമത്തിലെ സന്യാസികൾ തങ്ങളുടെ പൂജയിലും പ്രാർത്ഥനയിലും ഒക്കെ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് നന്ദി പറയുക അവർ ആത്മാർത്ഥതയോടുകൂടെ ചെയ്തിരുന്നു. എന്നാൽ അവരുടെ ഇടയിൽ ആർക്കും നന്നായിട്ട് പാടുവാൻ സാധിക്കുകയില്ലായിരുന്നു. അവരുടെ ഗാനങ്ങളെല്ലാം കഠോരമായിരുന്നു. അതിനാൽ അവർ ഒരിക്കൽ എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു, നമ്മുടെ നഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഗായകനെ നമുക്ക് നിയോഗിക്കാം. എത്ര രൂപ വേണമെങ്കിലും ചിലവഴിച്ചാലും നമ്മൾ അത് ചെയ്യണം. കാരണം നമ്മുടെ ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. യാതൊരു വിധത്തിലുള്ള കുറവും ഉണ്ടായിരിക്കരുത്. അങ്ങനെ അവർ തീരുമാനിച്ചതിന് പ്രകാരം നഗരത്തിലെ ഏറ്റവും പ്രശസ്ത ഗായകനെ ആശ്രമത്തിൽ നിയോഗിച്ചു. പിറ്റേ ദിവസത്തെ ആരാധനയിൽ ഗായകൻ വന്ന് വളരെ മനോഹരമായിട്ട് പാടി എല്ലാവരെയും ദൈവീക സന്നിധിയിൽ എത്തിച്ചു. എല്ലാവരും സന്തോഷത്താൽ നിറഞ്ഞു. എന്നാൽ അന്നത്തെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. ഇത് കണ്ടപ്പോൾ ആശ്രമത്തിലെ സന്യാസികൾക്ക് ഏറെ ദുഃഖമുണ്ടായി. അവർ താണു വീണ് ദൈവത്തോട് അപേക്ഷിച്ചു, എന്തുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ആരാധനയിൽ പ്രീതിപ്പെട്ടില്ല? ദൈവം അവരോട് സംസാരിച്ചു. ഗായകൻ തൻ്റെ വൈഭവം പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഗാനങ്ങളിലൂടെ അവൻ്റെ ഹൃദയത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള സ്ഥാനവും ഇല്ലായിരുന്നു. സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, 16-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. സെയിൻറ്റ് അഗസ്റ്റിൻ കണ്ടെത്തി, ഓ ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ എത്തിച്ചേരുന്നതുവരെ എൻ്റെ ആത്മാവ് സംതൃപ്തി കണ്ടെത്തുകയില്ല. നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിനു വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും ദൈവത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം. അങ്ങനെ എത്തിച്ചേർന്ന് ദൈവം ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ടുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു വരണം. അത് എങ്ങനെ നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും? നമ്മുടെ പൂർവികന്മാർ ബലികൾ അർപ്പിച്ചിരുന്നു. കുഞ്ഞാടുകളെ സമർപ്പിച്ചുകൊണ്ട് പാപപരിഹാര ബലികളും മുട്ടാടുകളെ സമർപ്പിച്ചുകൊണ്ട് ദഹന ബലികളും അർപ്പിച്ചിരുന്നു. എന്നാൽ അതിലൊക്കെ ദൈവം പ്രസാദിക്കുമോ? ദൈവപിതാവ് അരുൾ ചെയ്യുന്നു, യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിൽ, കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആർ നിങ്ങളോട് പറഞ്ഞു? വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. അർത്ഥമറിയാത്ത പ്രാർത്ഥനകൾ യാന്ത്രികമായി നമ്മൾ ഉച്ചരിച്ചു വിടുന്നു. മനഃപ്പാഠമാക്കിയ നിയമങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? യേശുനാഥൻ അരുൾ ചെയ്യുന്നു, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം. എന്തായിരിക്കാം പിതാവിൻ്റെ ഇഷ്ടങ്ങൾ?
അത് നമുക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ദൈവഹിതം അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ സ്വർഗീയ പ്രാപ്തിയിലേക്ക് കടന്നു വരികയാണ്. അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്കേവർക്കും ലഭിക്കട്ടെ. IMS അമ്മയുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. IMS അമ്മ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവായ ഈശോയുടെ വഴികളിലേക്ക് കടത്തിക്കൊണ്ടുവരട്ടെ. ആമേൻ.